കൊല്ലം കുളത്തൂപ്പുഴയിൽ കാട്ടുപോത്ത് ആക്രമണത്തിൽ വയോധികൻ മരിച്ചു. കുളത്തൂപ്പുഴ സ്വദേശി ബഷീറാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. പ്രദേശത്ത് കാട്ടുപോത്തിന്റെ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് മനോജ് ചേർന്നു. മനോജ്, കുളത്തൂപ്പുഴയിലാണ് ഒരു ചുമട്ടുതൊഴിലാളിയായ വയോധികൻ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഈ പ്രദേശത്ത് കാട്ടുപോത്തിന്റെ ശല്യം വളരെ കൂടുതലാണ് എന്ന് നാട്ടുകാർ കുറേ നാളായി പറയുന്നുമുണ്ടല്ലോ. അപ്പോഴാണ് ഈ മരണം റിപ്പോർട്ട് ചെയ്യുന്നത്. മനോജ്, വിനോദ്, ഇന്ന് പുലർച്ചെയാണ് 68-കാരനായ ബഷീർ, ഭീമാ മൻസിലിൽ ബഷീർ രാവിലെ കുളത്തൂപ്പുഴ ടൗണിലേക്ക് ഇറങ്ങിയത്. ഈ സമയത്താണ് കാട്ടുപോത്ത് ആക്രമണം ഉണ്ടാകുന്നത്. ഈ സ്ഥലത്ത് വെച്ച് തന്നെ അദ്ദേഹം മരിക്കുകയായിരുന്നു. തുടർന്ന് നാട്ടുകാരൊക്കെ ചേർന്ന് വനം വകുപ്പിനെ വിവരമറിയിച്ചെങ്കിലും വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരടക്കം എത്താൻ വൈകി എന്നുള്ളതാണ്. വലിയ പ്രതിഷേധമാണ് ആ സ്ഥലത്ത് ഉയർന്നു വരുന്നത്. നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കൊല്ലത്തിൻ്റെ കിഴക്കൻ മേഖലയാണ്. ഈ വനപ്രദേശത്തൊക്കെ വലിയ തരത്തിൽ ജനവാസ മേഖലയിലേക്ക് വന്യമൃഗശല്യം ഉണ്ടായിരുന്നു. ഇത് നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതുമാണ്. നിരന്തരമായി വനം വകുപ്പ് ഉദ്യോഗസ്ഥരോട് പരാതി പറയുന്നുണ്ട്. പക്ഷേ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അടുത്തുള്ള ആളുകളൊക്കെ തന്നെ പറയുന്നുണ്ട്, കഴിഞ്ഞ കുറച്ച് ദിവസമായി കാട്ടുപോത്തിൻ്റെയും അതോടൊപ്പം തന്നെ മറ്റ് വന്യമൃഗങ്ങളുടെയൊക്കെ ശല്യം ഈ പ്രദേശത്തുണ്ട്. എന്നാൽ പോലും ഒരു നടപടിയുമില്ല. മനുഷ്യജീവന് ഒരു വിലയും കൽപ്പിക്കാതെയാണ് ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകുന്നതെന്നുള്ള പരാതിയാണ്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, അവിടെ ഒരു മരണമുണ്ടായിട്ടും മരണം റിപ്പോർട്ട് ചെയ്തിട്ടും അവിടേക്ക് വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ എത്താൻ വൈകി എന്നുള്ളതാണ്. പിന്നീട് ജനപ്രതിനിധികളും നാട്ടുകാരും ഒക്കെ ചേർന്ന് അവിടെ പ്രതിഷേധമുയർത്തി. ഈ മൃതദേഹം അവിടെ നിന്നും മാറ്റണമെങ്കിൽ DFO വരണമെന്ന് ആവശ്യപ്പെട്ടു. പിന്നീട് ഇപ്പോൾ DFO അവിടേക്ക് എത്തിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. തുടർന്ന് നാട്ടുകാരുമായി സംസാരിക്കുകയാണ്. മൃതദേഹം അവിടെ നിന്നും മാറ്റുവാനുള്ള നടപടിക്രമങ്ങൾ തുടരുകയാണ്. വലിയൊരു പ്രതിഷേധമെന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വന്യമൃഗശല്യം രൂക്ഷമാകുന്നു. കുട്ടികൾക്ക് സമാധാനമായി സ്കൂളിലേക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം, വാഹനങ്ങൾക്ക് നേരെയുള്ള ആക്രമണം. അതിനു മുമ്പായി തന്നെ കഴിഞ്ഞ 2 വർഷം മുൻപാണ് ഇതേ സ്ഥലത്ത് തന്നെ ഒരു കുട്ടിക്ക് നേരെ കാട്ടുപോത്ത് ആക്രമണം ഉണ്ടായിരുന്നു. ഏറെ നാൾ ആ കുട്ടി ചികിത്സയിലായിരുന്നു. അങ്ങനെ നിരന്തരമായി ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടും വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള ഒരു നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇതിപ്പോൾ 68-കാരനായ ഒരു ചുമട്ടുതൊഴിലാളി കൂടിയാണ് മരിച്ച ബഷീർ. മറ്റ് നടപടിക്രമങ്ങൾ പോലീസും വനംവകുപ്പും ഒക്കെ ചേർന്ന് അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വ്യക്തമാണ്. കുളത്തൂപ്പുഴയിലാണ് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ചുമട്ടുതൊഴിലാളിയായ ബഷീർ മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. വനത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ വന്യജീവികളുടെ ആക്രമണം ഓരോ ദിവസം റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഇത് ശാശ്വതമായി പരിഹരിക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകുന്നില്ല. അതിൻ്റെ ഏറ്റവും അവസാനത്തെ മരണമാണ് ഇപ്പോൾ കുളത്തൂപ്പുഴയിൽ നടന്നിട്ടുള്ളത്.